വെൽക്കം ടു ട്രൈഡു. ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു മുന്നേ ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് ഒന്ന് നോക്കാം. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് കൃത്യമായി ഈ രണ്ട് റേഞ്ചുകൾ, അതായത് ഇരു സപ്പോർട്ടും ഈ റെസിസ്റ്റൻസിന്റെ ഉള്ളിൽ തന്നെയാണ് നിന്ന് കളിച്ചിരിക്കുന്നത്. കൃത്യമായി വന്ന് മുകളിലേക്ക് റെസിസ്റ്റൻസ് എടുത്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി, സപ്പോർട്ട് വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞ ആ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് ഇന്നലെ ബിറ്റ് കോയിൻ കളിച്ചിരിക്കുന്നത്. ഇനി ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. വൺ ഡേ ചാർട്ടിലോട്ട് വരുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിലേക്ക് ഓരോ തവണയും മാർക്കറ്റ് വന്നതിന് ശേഷം താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. ഇന്നലെയും അത് തന്നെയാണ് സംഭവിച്ചത്. മാർക്കറ്റ് ഇന്നൊരു പക്ഷെ വീണ്ടും ചിലപ്പോൾ അതിന്റെ അടുത്തേക്ക് എത്താം, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് എത്താവുന്ന അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഇവിടേക്കാണ്. ഇനി താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുക്കാനും വളരെ കൂടുതലാണ് സാധ്യത. കാരണം ഇവിടെ ഒരു FEG ഉണ്ട്. ആ FEG കൂടി എടുത്ത് പോവുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് മാർക്കറ്റ് പോകും എന്നുള്ളത് തന്നെയാണ്. FEG-യിൽ ആദ്യത്തെ ഏരിയ ഇവിടെയും രണ്ടാമത്തെ ഏരിയ ഈ ലെവലുമാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഒരു നല്ലൊരു കൺഫർമേഷൻ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ മൾട്ടിപ്പിൾ ടച്ച് കിട്ടിയ ലെവലിനെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ മുകളിലോട്ട് പോയതിന് ശേഷം ഈ ലെവലിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വന്നിട്ട് FEG എടുത്തിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. രണ്ടായാലും FEG എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. നല്ല പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നമുക്ക് നോക്കാം. ആദ്യമേ താഴത്തുള്ള സപ്പോർട്ട് തന്നെ തുടങ്ങാം. 101,692 ആൻഡ് 103,126. ഇനി അടുത്ത പ്രൈസ് 105,139, 106,018. അടുത്തത് 107,452, 108,655. ഇനി അടുത്തത് റെസിസ്റ്റൻസ് ആണ് 110,622, 111,848. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഭയങ്കര കൺസോളേഷൻ ആണ് ഈ ലെവലിൽ. ഭയങ്കര കൺസോളേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര കൺസോളേഷൻ ആണ് നിൽക്കുന്നത്. ഒരുപക്ഷെ US ബാങ്കുകളൊക്കെ അവധി ആയതുകൊണ്ട് ആ ഒരു കൺസോളേഷൻ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. ഇനി 50 മിനിറ്റ്സിന്റെ ഒരു ലെവല് നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതുപോലെ താഴോട്ടേക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. മിക്കവാറും ചിലപ്പോൾ ഈ ലെവലിന്റെ ഉള്ളിലായിരിക്കും നിന്ന് കളിക്കുക. വളരെ ചെറിയ ക്ലോസ് റേഞ്ച് ആണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫേക്ക് ഈ ഏരിയനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്കോ അല്ലെങ്കിൽ ഇതിന്റെ മുകളിലോട്ടോ കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എനിവേ 50 മിനിറ്റ്സിൽ ഈ റേഞ്ചിൽ നിന്ന് നമുക്കൊരു എൻട്രി പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത്, ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കൺഫർമേഷൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ചെറിയ ടാർഗറ്റ് വെച്ച് അതുപോലെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇറങ്ങിപ്പോരുക. ഇത് തന്നെയാണ് താഴോട്ടും വരുമ്പോൾ ചെയ്യേണ്ടത്. ഈ ലെവലിലേക്ക് വരുമ്പോഴും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് 1 മിനിറ്റിലോ 3 മിനിറ്റ്സിലോ കൺഫർമേഷൻ എടുത്തിട്ട് മുകളിലോട്ടേക്കോ പോകുന്നുണ്ടെങ്കിൽ ചെറിയ ടാർഗറ്റ് വെച്ച്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസോളേഷൻ ആയതുകൊണ്ട് അടുത്തടുത്തായിരിക്കും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ടാവുക. സോ ഏത് നിമിഷവും റിവേഴ്സ് ആവാം. മാത്രമല്ല ഫേക്ക് ബ്രേക്ക്ഔട്ടുകളും തരാം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചെറിയ സ്റ്റോപ്പ് ലോസും ചെറിയ ടാർഗറ്റും എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ചെറിയ ലോസും, അതുപോലെ തന്നെ കിട്ടുകയാണെങ്കിൽ ചെറിയ പ്രോഫിറ്റേ ഉണ്ടാവുള്ളൂ. അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ അപൂർവമായി ഇന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റെസിസ്റ്റൻസ് ഏരിയ, നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ ആകെ ഒരെണ്ണേ വരച്ചിട്ടുള്ളൂ. ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മൂവ്മെന്റ് മുകളിലോട്ട് വളരെ വലിയ മൂവ്മെന്റ് ആയിരിക്കാം. അതിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ന് തന്നെ എത്തണമെന്നില്ല. 1,14,000 ആയിരിക്കും എത്തുന്നുണ്ടാവുക. അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
അതുപോലെ താഴോട്ടേക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എത്തേണ്ടത് താഴോട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള 50 മിനിറ്റ്സിന്റെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലുണ്ട്. ഈ ലെവലിലേക്കും ഒരുപക്ഷെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ട്. ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പറയുന്നത്. അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഒരുപക്ഷെ ഇന്നൊരു കൺസോൾട്ടേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ നല്ല മൂവ്മെന്റ് തന്നതിന് ശേഷം മാത്രം കൺഫർമേഷൻ എടുത്തിട്ട് വലിയ ട്രേഡുകളിലേക്ക് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.